ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വേവ് വാലറ്റിനകത്തുള്ള ഓഷ്യൻ ടോക്കൺ മൈനിങ്ങുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ അത് തന്നെ ഞാൻ പറയാം. എന്തായാലും ടാപ്സാപ്പിനെക്കാളും മീംഫൈനേക്കാളും നമ്മളുടെ ഹാംസ്റ്റർ കോമ്പാറ്റിനേക്കാളും കൂടുതൽ ഏണിങ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അതെൻ്റെ 100% ഗ്യാരണ്ടിയാണ്. കാരണം എന്താണെന്നറിയോ, ഇതിൽ 99% ആൾക്കാർ മൈൻ ചെയ്യില്ല, 1% ആൾക്കാർ മാത്രമേ മൈൻ ചെയ്യൂ. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഓരോ ട്രാൻസാക്ഷനും നമ്മളിവിടെ കളക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും വന്നൊരു എറർ എന്നെല്ലാവരും എന്നോട് ടെലഗ്രാമിൽ പറഞ്ഞ കാര്യമാണ്. ക്ലെയിം അടിക്കുമ്പോൾ ക്ലെയിം ആവുന്നില്ല, ഒരു എറർ കാണിക്കുന്നുവെന്ന്. ഇവിടെ കാണിക്കുന്ന ഇൻസഫിഷ്യൻറ്റ് ഗ്യാസ് ഫീ. ഈ ഓഷ്യൻ ടോക്കൺ ക്ലെയിം ചെയ്യണമെങ്കിൽ 0.003 സുയി എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി നമ്മൾ ട്രാൻസാക്ഷൻ ഫീ അല്ലെങ്കിൽ ഗ്യാസ് ഫീ ആയിട്ട് നമ്മൾ പേ ചെയ്യണം. ഈ ക്രിപ്റ്റോ കറൻസി വേൾഡിൽ ട്രാൻസാക്ഷൻ ഫീക്ക് നമ്മൾ പറയുന്ന ഒരു പേരാണ് ഗ്യാസ് ഫീ. ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് സിമ്പിളാക്കിയിട്ട്. അപ്പോൾ ഈ ഒരു ഓരോ പ്രാവശ്യം നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി വാലറ്റിലേക്ക് വരികയാണ്. പിന്നെ നമ്മൾ വിഡ്രോളിൻ്റെ ടൈമിൽ വേറൊരു വാലറ്റ് കണക്ട് ചെയ്യുക, അങ്ങനത്തെ ചടങ്ങൊന്നുമില്ല. ജസ്റ്റ് ഇതന്നെ വേവ് വാലറ്റ് എന്ന് പറയുന്ന വാലറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു മൈനിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേറെ വാലറ്റിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി എക്സ്ചേഞ്ചിലേക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോഴല്ല വിഡ്രോൽ വരുമ്പോൾ നമുക്ക് അങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 99% ആൾക്കാരും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ കൺജഷൻ ഉണ്ടാവില്ല, അധികം ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാഷ് ഹ്യൂജ് പൈസ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇൻവെസ്റ്റ് ചെയ്യാത്തവർക്കൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് മിഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ മിഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ ഓരോ ട്രാൻസാക്ഷനുള്ള ഫീയും വീക്കിലി നിങ്ങൾക്ക് 3 വെച്ച് കിട്ടും. എല്ലാ വീക്കും വരണമെന്നില്ല, ആൾട്ടർനേറ്റീവ് വീക്കിലൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ എല്ലാ ദിവസവും കയറി നോക്കുന്നവർക്ക് ഗ്യാസ് ഫീ കിട്ടും. ഓക്കെ, ഇവിടെ എനിക്ക് 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ 3 ഗ്യാസ് ഫീ കിട്ടും. അത് ഞാൻ വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഗ്യാസ് ഫീ സുയി ടോക്കൺ ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക് നല്ല രീതിക്കുള്ള ഏണിങ്സ് ഉണ്ടാവും. മറ്റവർക്ക് കുറവായിരിക്കും കിട്ടുക ഫ്രീ ആയിട്ട് ചെയ്യുന്നവർക്ക്. ഓക്കെ, അപ്പോൾ ഫ്രീ മൈനിങ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 99% ആൾക്കാരും ചെയ്യില്ല, 1% ആൾക്കാർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടും. കിട്ടുന്ന ആൾക്കാർക്ക് ഭയങ്കര വലിയ പൈസ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ ഒരു ലുക്കില്ല എന്നുള്ളൂ, പവർഫുൾ സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഈ പ്രൊജക്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ വേവ് വാലറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സുയി ബ്ലോക്ക് ചെയിനിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ ഈ ഒരു ടോണിനെ പോലെ തന്നെയും അല്ലെങ്കിൽ ഇതേറിയതിനെ പോലെ തന്നെ ഒരു ബ്ലോക്ക് ചെയിനാണ് സുയി. ഈ സുയിൽ ടോപ്പ് 1 നിൽക്കുന്ന പ്രൊജക്റ്റാണ് വേവ് വാലറ്റ്. വേവ് വാലറ്റിൻ്റെ അകത്താണ് നമ്മൾ ഈ ഓഷ്യൻ ടോക്കൺ മൈനിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്യാസ് ഫീ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പോകുമോ എന്നുള്ള പേടി ഒരിക്കലും വേണ്ട. ഓക്കെ, 100% തിരിച്ച് കിട്ടും. ക്ഷമയുള്ളവർ മാത്രം ചെയ്യുക. ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ തിരിച്ച് കിട്ടില്ല. ഓക്കെ, 2-3 മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാത്തവർ മിഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗ്യാസ് ഫീ എടുക്കുക. ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ആ ഗ്യാസ് ഫീ എടുക്കുക, അല്ലാത്തവരും ഗ്യാസ് ഫീ എടുക്കുക. എന്തായാലും മിഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ആ ഗ്യാസ് ഫീ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പ് 1 നിൽക്കുന്ന പ്രൊജക്റ്റാണ്. അപ്പോൾ ഞാൻ ലേറ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ വീക്സ് മുന്നേ 2 വീക്ക് എന്തോ മുന്നേ ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തു. അവിടെ കുറേ ആൾക്കാർക്ക് ഇൻസഫിഷ്യൻറ്റ് ഗ്യാസ് ഫീ എന്താണ് സംഭവം എന്ന് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ വീഡിയോൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം അത്ര സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് മാത്രമേ അതിലുള്ളൂ. ഇതുപോലെ ഡെയിലി സൈഫറോ ഡെയിലി കോംബോയോ അങ്ങനത്തെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഡയറക്റ്റ് കയറുക, മൈൻ ചെയ്യുക, അത് വിഡ്രോയിൽ വരുമ്പോൾ വലിയൊരു ക്യാഷ് ആയിട്ട് തന്നെ വിഡ്രോ അടിക്കാം. അപ്പോൾ അത്ര സിമ്പിളാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്കിത് മൈൻ ചെയ്യുന്നത് നോക്കാം. വേവ് വാലറ്റ് മൈൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മളുടെ ടെലഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കും. ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കാണ് വരെ. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേവ് വാലറ്റിൽ ഒരു അക്കൗണ്ട് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വാലറ്റിൻ്റെ അഡ്രസ്സ് ഇതൊരു നമ്മളുടെ മെറ്റാമാസ്ക് അല്ലെങ്കിൽ ടോൺ കീപ്പറൊക്കെ പോലെ തന്നെ ഒരു വാലറ്റാണ്. ഓക്കെ, ഈ വാലറ്റിൻ്റെ അകത്തുള്ള ഒരു ടോക്കണാണ് ഓഷ്യൻ. അതാണ് നമ്മൾ മൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വാലറ്റിൻ്റെ ID വാലറ്റ് അഡ്രസ്സ് ഇവിടെ കാണാൻ പറ്റും. ഇത് കോപ്പി ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഭാവിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഇത് കോപ്പി ചെയ്തെങ്കിലും പ്രശ്നമില്ല. വാലറ്റ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് വീണ്ടും ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ തീർച്ചയായിട്ടും എടുത്ത് വെക്കേണ്ട കാര്യമാണ് ഈ സീഡ് ഫ്രൈസ്. ഇവിടെ നിങ്ങൾ ഈ വ്യൂ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീഡ് ഫ്രൈസ് കാണാൻ പറ്റും. ഇത് എവിടെയെങ്കിലും ബുക്കിലൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. നമ്മളിപ്പോൾ നമ്മളുടെ ടെലഗ്രാം അൺഇൻസ്റ്റാൾ ആയി പോവോ എന്തെങ്കിലും ചെയ്യുമോ, നമ്മൾ റീസെറ്റ് ആവുകയൊക്കെ ചെയ്താലും നമുക്ക് ഈ വാലറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് ഈ ഒരു ഇവിടെ കാണുന്ന സീഡ് ഫ്രൈസ് അത്യാവശ്യമാണ്. ഈ ബോക്സിൻ്റെ അകത്ത് കാണുന്നത് ഇത് വ്യൂ അടിക്കുക. അതിനുശേഷം കോപ്പി ചെയ്ത് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെക്കുക വാലറ്റിൻ്റെ സീഡ് ഫ്രൈസ് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത് നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഫോൺ പോയാൽ പോലും പ്രശ്നമില്ല. നമുക്ക് ഈ സീഡ് ഫ്രൈസ് അടിച്ചാൽ നമ്മളുടെ വേവ് വാലറ്റ് വേറൊരു ടെലഗ്രാം അക്കൗണ്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്ത് എടുത്ത് വെക്കുക. അതിനുശേഷം ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാണാം, ഓഷ്യൻ ഗെയിമും കാണാം. അപ്പോൾ ഓഷ്യൻ എന്ന് പറയുന്ന ടോക്കണാണ് നമ്മൾ മൈൻ ചെയ്യുന്നത്. സുയി ആണ് നമ്മൾ ഗ്യാസ് ഫീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ക്ലെയിം ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഓഷ്യൻ ഗെയിം എന്നുള്ളടത്ത് ക്ലെയിം നൗ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇതാണ് ഗെയിം, എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മേലെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓഷ്യൻ ടോക്കൺ ബാലൻസ് കാണാം. അപ്പോൾ എൻ്റെ 0 ആണുള്ളത്. നിങ്ങൾ മൈൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കൂടും. അതുപോലെ തന്നെ ലോബ്സ്റ്ററിൻ്റെ ഒരു ചിഹ്നം കാണാം. ലോബ്സ്റ്റർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോബ്സ്റ്റർ എന്ന് പറഞ്ഞാൽ 1.25 ഓഷ്യൻ ടോക്കണാണ്. ഓക്കെ, നമുക്ക് ലോബ്സ്റ്ററിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് കൺവേർട്ട് ചെയ്ത് ഓഷ്യനിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ട്രഷർ ബോക്സ് കാണാം. ഇത് ജസ്റ്റ് ഒരു ഇവൻറ്റ് പോലെയാണ്. ഒരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ഓഷ്യൻ റിവാർഡായിട്ട് കിട്ടും. ഓക്കെ, ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലെയിം നൗ എന്ന് പറയുന്ന ബട്ടൺ കാണാം. അതടിച്ചാൽ നമുക്ക് ഈ ഒരു ഓഷ്യൻ ക്ലെയിം ആവും.
ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓഷ്യൻ ക്ലെയിമായി. ഒരു ഓഷ്യനാണ് ക്ലെയിം ആയത്. പിന്നെ 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഓഷ്യൻ ക്ലെയിം ചെയ്യാം. പക്ഷേ ഒരു ഇഷ്യൂ ഉള്ളത്, നിങ്ങൾക്ക് ഗ്യാസ് ഫീ കൊടുക്കണം. എന്താണ് ഗ്യാസ് ഫീ എന്നറിയാത്തവർക്ക്, നിങ്ങളിപ്പോൾ ബാങ്കിലൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് ട്രാൻസാക്ഷൻ ഫീ പിടിക്കുമല്ലോ. നമുക്ക് ബാങ്ക് ആ ഫീ പിടിക്കും ട്രാൻസാക്ഷൻ നടത്തുന്നതിന്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഈ ഓഷ്യൻ ടോക്കൺ കളക്ട് ചെയ്യുമ്പോഴും ഇവരുടെ ബ്ലോക്ക് ചെയിനിൽ ശരിക്കുമുള്ള ഒരു ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. ഓക്കെ, അല്ലാതെ ടാപ്സ് ആപ്പിലെ പോലെ വെറുതെ ഒരു വാല്യൂ കാണിക്കുകയല്ല. ഓരോ പ്രാവശ്യം നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മളെ വാലറ്റിലേക്ക് വന്നു. പിന്നെ നമ്മളിത് എക്സ്ട്രാ വാലറ്റ് കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെയാണ് വാലറ്റ്. വേവ് വാലറ്റിൽ നമ്മൾ മൈൻ ചെയ്യുന്നത് ഓഷ്യൻ ടോക്കണാണ് എന്ന് മാത്രം. ഓക്കെ, മറ്റതുപോലെ ഒരു ആപ്പിനകത്ത് ഒരു ബോട്ടിനകത്ത് മൈൻ ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ മെറ്റാമാസ്ക് അല്ലെങ്കിൽ ടോൺ വാലറ്റ് കണക്ട് ആക്കുക, അങ്ങനെയൊന്നും വേണ്ട. ഇത് ഓട്ടോമാറ്റിക്കലി വേവ് വാലറ്റിലേക്ക് സ്റ്റോർ ആകും. ഇവിടെ നിന്ന് നമുക്ക് എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്തിട്ട് സെല്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് നിലവിൽ എയർ ഡ്രോപ്പും കാര്യങ്ങളൊന്നും വിഡ്രോവലില്ല. വിഡ്രോവൽ വരുമ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് വളരെയധികം വാല്യൂ ഉള്ള ഒരു എയർ ഡ്രോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഓഷ്യൻ എടുക്കാൻ പറ്റും അത്ര ഓഷ്യൻ എടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ലെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലെവലപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 ഓഷ്യൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവരി 3 അവർ ക്ലെയിം ചെയ്യുന്ന പോലെ ആക്കാൻ പറ്റും. ഇപ്പോൾ ഉള്ളത് 2 മണിക്കൂറിലാണ്. 20 ഓഷ്യൻ കൊടുത്ത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് ലെവൽ കൂട്ടാം. അതിനുശേഷം ഇവിടെ അക്വാകാറ്റ് ലെവൽ കൂട്ടാൻ പറ്റും. അത് ലെവൽ കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്പീഡ് കൂടും. എന്ന് വെച്ചാൽ ഇപ്പോൾ മൈനാവുന്നൊരു സ്പീഡ് ഉണ്ടല്ലോ, ഈ ഒരു സ്പീഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് കാറ്റിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാം. അതിനും നമ്മൾ 20 ഓഷ്യനാണ് ഫസ്റ്റ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നുള്ളത് മിഷൻസാണ്. മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ് ഫീ കിട്ടും. ഓക്കെ, ഒരു ട്രാൻസാക്ഷന് ഒരു ഗ്യാസ് ഫീ പോകും. അപ്പോൾ ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഗ്യാസ് ഫീ കിട്ടും. ജസ്റ്റ് ജോയിൻ കൊടുക്കുക, ബാക്ക് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെരിഫൈയിങ് ആവുന്നുണ്ട്. വെരിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഗ്യാസ് ഫീ കയറും. അപ്പോൾ 3 ടാസ്ക് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ബാക്ക് അടിച്ചു. ടെലഗ്രാം മാത്രം ജോയിൻ ചെയ്താൽ മതി. ബാക്കിയെല്ലാം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ബാക്ക് അടിച്ചാൽ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ വെരിഫൈ ആയി കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ വീക്ക്ലി ഇവിടെ പുതിയ മെഷീൻസ് വരും. അപ്പോൾ എല്ലാ ദിവസവും കയറി നോക്കാൻ ശ്രദ്ധിക്കുക. എനിക്കാണ് അവിടെ 3 ഗ്യാസ് ഫീ ഇപ്പോൾ തന്നെ കിട്ടി. നിങ്ങൾ എല്ലാ ദിവസവും കയറി നോക്കുക. റാൻഡം ഡേയ്സിൽ നിങ്ങൾക്ക് ഇവിടെ ഗ്യാസ് ഫീ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗ്യാസ് ഫീ ഈ 3 എണ്ണവും കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് ഇല്ലാത്തവർ വെയിറ്റ് ചെയ്യുക. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ഫ്രണ്ട്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഫ്രണ്ട്സിൻ്റെ ഓപ്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സിനെ റെഫർ ചെയ്തൊന്നും കാണാം. ഫ്രണ്ട്സ് മൈൻ ചെയ്യുന്നതിന് 20% നിങ്ങൾക്ക് കിട്ടും. പിന്നെ അവർ റെഫർ ചെയ്യുന്നവരുടെ 5% നിങ്ങൾക്ക് കിട്ടും. ലെവൽ 2 റെഫറലിൻ്റെ. അപ്പോൾ റെഫറലൊക്കെ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. പിന്നെ ബാറ്റിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ബാറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 2000 ഓഷ്യൻ വെച്ച് കിട്ടും. അവിടെ സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബാറ്റിലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ ഇതൊന്നും പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾ ഗെയിം കളിച്ച് നോക്കാം. അപ്പോൾ ഇത് ഓരോ സീസണിലും ഈ ഒരു ടോക്കൺ റീസെറ്റ് ആവും എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇനി അറിയേണ്ട കാര്യം, ഇത് ചിലർക്ക് ക്ലെയിം ചെയ്യുമ്പോൾ ഗ്യാസ് ഫീ ഇല്ലയെന്ന് പറഞ്ഞാൽ റെഡ് കളറിൽ എഴുതി കാണിക്കും. അതെങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓഷ്യൻ ടോക്കൺ ഓൾറെഡി ഇവിടെ വാലറ്റിൽ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു വിഡ്രോവൽ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് വേണമെങ്കിലും സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. വേറെ വാലറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇനി ഗ്യാസ് ഫീ കഴിഞ്ഞവരെന്ത് ചെയ്യുക? മിഷൻസിൽ ഡെയിലി കയറി നോക്കുക. മിഷൻ വരുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ഫീ കിട്ടും. ഇനി മിഷനേ വരുന്നില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ബാക്ക് വരിക. ഇവിടെ സൂയി കാണാൻ പറ്റും. ഈ സൂയി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഈ സൂയിയാണ് നമ്മൾ ഇവിടെ വാലറ്റിൽ ഗ്യാസ് ഫീ ആയിട്ട് ഉപയോഗിക്കുന്ന കറൻസി. അപ്പോൾ സൂയി എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കിയാൽ അക്കൗണ്ട് ഇവിടെ കാണാൻ പറ്റും. ഒരു കോപ്പി ബട്ടൺ കാണാം. ഈ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട്, ഈ വാലറ്റിൻ്റെ അഡ്രസ്സ് കോപ്പി ആവും. എന്നിട്ട് എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് ഈ ഒരു സൂയി ടോക്കൺ മേടിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഗ്യാസ് ഫീ കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഗ്യാസ് ഫീ ഉള്ളൊരു പ്രൊജക്റ്റാണ് ഹോട്ട് വാലറ്റ്. അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് ബൈബിറ്റിൽ നിന്ന്, ഞാനിപ്പോൾ ബൈബിറ്റിൽ നിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ ബൈബിറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബൈബിറ്റ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് അക്കൗണ്ട് ക്രിയേഷൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നോക്കി ബൈബിറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സൂയി എന്ന് സെർച്ച് ചെയ്യുക. SUI സൂയി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. SUI/USDT വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് സൂയി മേടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, വാങ്ങണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. എനിക്ക് അവൈലബിൾ ഇവിടെ USDT ബാലൻസ് ഇല്ല. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അത് ഇന്നലെ സ്പെൻഡ് ചെയ്തു. ഓക്കെ, ഇതെൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടല്ല. ഓക്കെ, അപ്പോൾ ഇതിലധികം ഫണ്ട്സും കാര്യങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ ട്രേഡ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ കോയിൻസ് ബൈ ചെയ്യണം എന്നൊന്നും അറിയില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ തൊട്ടടുത്ത ബാക്ക് തന്നെ, ഈ ഒരു വീഡിയോയുടെ തൊട്ടടുത്ത് തന്നെ വരും. അപ്പോൾ അത് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അറിയുന്നവർ ഇവിടുന്ന് സൂയി ബൈ ചെയ്യുക. അതിനുശേഷം അസറ്റിലേക്ക് പോവുക. അസറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിഡ്രോ കാണാം. വിഡ്രോ ക്ലിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടോക്കണാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ഇവിടെ സെർച്ച് ചെയ്യാം. ജസ്റ്റ് ഇവിടെ സൂയി സെർച്ച് ചെയ്യാണ്. ഓക്കെ, സൂയി സെർച്ച് ചെയ്തു. അതിനുശേഷം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്തല്ലോ ഒരു അഡ്രസ്സ്, അത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ അഡ്രസ്സ് പേസ്റ്റ് ചെയ്തതിനു ശേഷം നെറ്റ്വർക്ക് സൂയി തന്നെ വെക്കുക. അതിനുശേഷം എത്ര എമൗണ്ടാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, മിനിമം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക 0.02 സൂയിയാണ്. അത് ഇവിടെ നമുക്ക് എത്ര എമൗണ്ട് എൻ്റർ ചെയ്തതിനു ശേഷം വിഡ്രോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നമ്മളുടെ വേവ് വാലറ്റിലേക്ക് വന്നോളും. ഓക്കെ, ഇവിടെ നമ്മുടെ സൂയി 99% ആൾക്കാരും ഇതിലേക്ക് നമ്മളുടെ ഫീ ഒന്നും ഇടൂല. ഓക്കെ, ഫ്രീ ആയിട്ട് ക്യാഷ് തരുന്ന തന്നെ സ്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ. പിന്നെ ഈ ഒരു ഗ്യാസ് ഫീ തരുന്ന, അല്ലെങ്കിൽ ഗ്യാസ് ഫീ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റ് മൈൻ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. പിന്നെ വിഡ്രോവൽ വരുമ്പോഴാണ് അയ്യോ ഇട്ടാൽ മതി എന്നുള്ള ചിന്ത വരിക. അപ്പോൾ എൻ്റെ മെയിൻ അക്കൗണ്ട് ഇതല്ല, ഞാൻ മെയിൻ അക്കൗണ്ടിലേക്ക് ഓൾറെഡി സൂയി ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു അക്കൗണ്ട് ഇതിൽ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അത് വിഡ്രോവലിൻ്റെ ടൈമിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ
ഇതുവരെ ബൈബിറ്റ് യൂസ് ചെയ്യാൻ അറിയാത്തവർ ബൈബിറ്റിലൊരു അക്കൗണ്ട് എടുത്ത് വെക്കുക, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ തൊട്ട് പുറകെ വരുന്ന വീഡിയോയിൽ എങ്ങനെ ബൈബിറ്റിലേക്ക് നമുക്ക് ഫണ്ട് ഇടാം, ക്യാഷ് ഇട്ട് വെക്കാം, അവിടെ നിന്ന് അങ്ങനെ പർച്ചേസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ തന്നെ ഒരു സീരീസ് ആയിട്ട് വരുന്നുണ്ട്. ബിഗിനർ ടു എക്സ്പേർട്ട് ഇൻ ക്രിപ്റ്റോ കറൻസി എന്നാണ് സീരീസിൻ്റെ പേര്. ഓൾറെഡി ഒരു ബൈബിറ്റ് അക്കൗണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞു. അതാണ് എപ്പിസോഡ് 1. ഇനിയുള്ള എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരും. അപ്പോൾ അത് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോ കിട്ടും തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.